നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 3/4/2025 ഉത്തരായന കാലം, വസന്ത ഋതുവും വ്യാഴാഴ്ചയും ഷഷ്ടിതിഥിയും വരുന്ന രോഹിണി നക്ഷത്രം, കൊല്ലവർഷം 1200 ആണ്ട്, മീനമാസം 20 തീയതി, സൂര്യോദയം 6:24 AM-നും സൂര്യാസ്തമനം 6:32 PM-നും രാഹുകാലം 1:59 PM മുതൽ 3:30 PM വരെയും ഗുളികകാലം 9:26 AM മുതൽ 10:57 AM വരെയും യമകണ്ഠകാലം 6:24 AM മുതൽ 7:55 PM വരെയുമാണ്. ഇന്നേ ദിവസം അഭിജിത്ത് മുഹൂർത്തം 12:04 PM മുതൽ 12:26 PM വരെയും 12:30 PM മുതൽ 12:52 PM വരെയുമാണ്. ചന്ദ്രാഷ്ടമം തുലാം കൂറുകാർക്ക്. വ്യാഴാഴ്ചയും രോഹിണി നക്ഷത്രവും വരുന്ന ദിവസം എല്ലാവരും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും അമ്മയുടെ അനുഗ്രഹം ഒരുപാട് ലഭിക്കുന്നതിന് സഹായകമാകും. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, സന്താനങ്ങൾക്ക് വേണ്ടി, സന്താനലബ്ധിക്ക് വേണ്ടി വ്രതമെടുക്കുന്നത്, സന്താനങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, സന്തതികളുടെ എല്ലാവിധ വളർച്ചയ്ക്കും വേണ്ടി ഒരിക്കലൂണ് എടുക്കുന്നത് ഒക്കെ വളരെ പ്രസിദ്ധമാണ്, വളരെ ഗുണഫലവും നൽകുന്നതാണ്. വ്യാഴാഴ്ച ദിവസം ദാനധർമ്മങ്ങൾ ചെയ്യുകയും ഉപാസനയൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാകും. ദുർഗാദേവി ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെയും അനുഗ്രഹം ലഭിക്കും. ഇനി നമുക്ക് രാശി ചക്രം ഒന്ന് പരിശോധിക്കാം. സൂര്യൻ മീനത്തിലും ചന്ദ്രൻ ഇടവത്തിലും ചൊവ്വ കർക്കിടകത്തിലും ബുധൻ മീനത്തിലും ഗുരു ഇടവത്തിലും ശുക്രൻ മീനത്തിലും മന്ദൻ മീനത്തിലും, അതായത് ശനി മീനത്തിലും സർപ്പി മീനത്തിലും കേതു കന്നിയിലുമായി ഗ്രഹങ്ങൾ അവരുടെ യാത്ര തുടരുന്നു. ഗുളികോദയമാകട്ടെ ഇടവം രാശിയിൽ. ഇനി നമുക്ക് 27 നക്ഷത്രക്കാർക്കും ഈ രാശിചക്ര പ്രകാരം എന്തൊക്കെ ഗുണഫലങ്ങളാണ് വന്നു ചേരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗുളികോദയം ഇടവൻ രാശിയിലാണെങ്കിൽ ഉദയം വന്നിരിക്കുന്നത് മീനം രാശിയിലാണ്. ഇനി മേടം രാശി. മേടം രാശിക്കാർക്ക് 3/4/2025 സാമ്പത്തിക നഷ്ടം വരുന്നതിനുള്ള സാധ്യത കാണുന്നു. നേതാക്കന്മാർക്ക് ജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കേണ്ട ഒരു സാഹചര്യം ജനപ്രതിനിധികൾക്ക് വന്നേക്കാം. ജനരോഷം ആളിക്കത്തുന്നതിനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ വളരെ ക്ഷമയോടെ, ആത്മസംയമനത്തോടെ പ്രവർത്തിച്ച് പ്രവർത്തനങ്ങൾ വളരെ ശാന്തമാക്കേണ്ടതാണ്. കാര്യം വഷളാകാതിരിക്കുവാൻ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത്, നമഃശിവായ ജപിക്കുന്നതൊക്കെ, ശാന്തമായി ക്ഷമയോടെ പ്രവർത്തിക്കുന്നതൊക്കെ വളരെ ഗുണഫലം നൽകും. സാമ്പത്തിക നേട്ടം വരുന്നതിനായി കുറച്ച് സമയം കാത്തിരിക്കേണ്ടതായിരിക്കും. ജനങ്ങളുടെ നഷ്ടപ്പെട്ട പിന്തുണയും വീണ്ടെടുക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. പിതാവിനോ പിതൃ സഹോദരനോ എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കാനുള്ള യോഗവും കാണുന്നു. പ്രാർത്ഥനകളുടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ സാധിക്കും. നമഃശിവായ നമഃശിവായ എന്ന് 108 പ്രാവശ്യം ജപിക്കുവാൻ ശ്രമിക്കുക. സ്വന്തം തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനായി ശ്രമിക്കും. നിർദോഷം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശ്വസ്തരാൽ വഞ്ചിക്കപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട്. ആരുടെയെങ്കിലും ഒറ്റുമൂലവും ജനപ്രതിനിധികളുടെ രോഷം വന്നു ചേരാം. കുടുംബത്തിലുള്ളവരോട് അല്പം അകൽച്ച പാലിക്കും. സഹപ്രവർത്തകരുമായും അകൽച്ച പാലിക്കും. അവിചാരിതമായി പ്രവർത്തന തടസ്സം വരും. ബന്ധുക്കൾ ശത്രുക്കളാകും. സ്ഥാനക്കയറ്റമൊക്കെ വരാനുള്ള സാധ്യത അല്പം അടഞ്ഞു പോകും. സാമ്പത്തിക നേട്ടത്തിനായും എല്ലാവിധ
ഐശ്വര്യവും തിരിച്ചു പിടിക്കുന്നതിനായി അല്പം ക്ഷമയോടെ കാത്തിരിക്കുക. സന്താനങ്ങൾക്ക് ഉയർച്ചയും അതുപോലെ തന്നെ ഐശ്വര്യവും വന്നു ചേരുന്നതിന് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന കഴിക്കുന്നത്, ഭഗവാന്റെ മുന്നിൽ തുളസിയില വെച്ച് സമർപ്പിക്കുന്നത്, ഭഗവാന്റെ പാദങ്ങളിൽ, അതായത് ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പാദത്തിലായിട്ട് ഒരു 9 തുളസിയില മനസ്സുകൊണ്ട് സമർപ്പിച്ച് എല്ലാ കഷ്ടതകളും മാറ്റിത്തരണമെന്ന് അപേക്ഷിക്കുമ്പോൾ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി സന്തോഷവും സമാധാനവും സർവ്വ ഐശ്വര്യങ്ങളും തിരിച്ചെടുക്കാവുന്നതാണ്. ഇടവൻ രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ശോഭനമായി തീരും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹ ആലോചനകൾ തീരുമാനത്തിലെത്തുന്ന ദിവസമാണ്. രോഗികൾക്ക് ആശ്വാസം വരുന്ന ദിവസമാണ്. സഹപ്രവർത്തകരുമായി ഐക്യത്തിൽ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഒത്തുവരും. ബിസിനസ്സിൽ അവിചാരിതമായി അല്പം ധനലാഭമുണ്ടാകും. പ്രതീക്ഷിച്ചതിലേറെ ധനം വന്നു ചേരുന്നതിനുള്ള സാധ്യതയും കാണുന്നു. സഹപ്രവർത്തകരുമായും ഇണയുമായും ഒക്കെ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് സാധിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരും. വിളവുകളിൽ ലാഭമുണ്ടാകും. നിയമ നടപടികളെല്ലാം ലഘൂകരിക്കും. ദന്തരോഗം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആഗ്രഹിച്ച വസ്തുക്കൾ സ്വന്തമാക്കുന്നതിനുള്ള യോഗം കാണുന്നു. ആരോഗ്യം തൃപ്തികരമായിരിക്കും. വാഹനം വാങ്ങുന്നതിനുള്ള ഒരു തീരുമാനവും ഉണ്ടാവും. തീരുമാനങ്ങളെല്ലാം യഥാവിധി നടപ്പിലാക്കി എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സന്തോഷവും അനുഭവിക്കുന്നതിന്, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും സർവ്വ ഐശ്വര്യവും നിൽക്കുന്നതിന് രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഉച്ചസ്ഥായിയായി നിൽക്കുന്ന അമ്മയെ, അതായത് സർവമംഗളകാരിയായ ചോറ്റാനിക്കര അമ്മയെ പ്രാർത്ഥിക്കുന്നത്, രോഹിണി നക്ഷത്രമായതുകൊണ്ട് വിഷ്ണുപാദത്തിൽ ശ്രീകൃഷ്ണപാദത്തിൽ തുളസിയില വെച്ച് സമർപ്പിക്കുന്നതൊക്കെ, ഷഷ്ടി ആയതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും നിലനിന്ന് കിട്ടുന്നതാണ്. കഴിയുമെങ്കിൽ ഷഷ്ടിവ്രതം എടുക്കുമ്പോൾ വിവാഹ കാര്യത്തിലാണെങ്കിലും സാമ്പത്തിക അഭിവൃദ്ധിക്കാണെങ്കിലും സ്ഥലക്കച്ചവട കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടത്ര ഒരു അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കാം. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗ കയറ്റത്തിനുള്ള സാധ്യത കാണുന്നു. ശത്രുക്കളുടെ ദോഷങ്ങളെല്ലാം കുറഞ്ഞു കിട്ടുന്നതാണ്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പുതിയ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. സാമ്പത്തിക സ്ഥിതി അല്പസ്വല്പം മെച്ചപ്പെടും. ബന്ധുക്കളുമായി നല്ല ഐക്യം നിലനിർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും. അമിത സഞ്ചാരത്തിനുള്ള യോഗം കാണുന്നു. ശാരീരിക അസ്വാസ്ഥ്യം വർദ്ധിക്കും. പണച്ചിലവും അല്പം അധികരിക്കും. ലൗകിക സുഖങ്ങളിൽ താല്പര്യം മൂലം അനാമത്തുകൾ വന്നു ചേരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക നഷ്ടവും മുൻകോപവും അല്പം വർദ്ധിക്കുന്ന സമയമാണ്. വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ശത്രുഭയം ഒഴിവാക്കുക. കുടുംബത്തിൽ സുഖവും സംതൃപ്തിയും ഉണ്ടാകും. സഹപ്രവർത്തകരിൽ വഞ്ചിതരാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യതടസ്സം ഒഴിവാക്കുന്നതിനായി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഏത്തമിടുന്നതും നന്നായിരിക്കും. സന്താനങ്ങളുടെ ഉന്നത വിജയത്തിനായി ഷഷ്ടിവ്രതം എടുക്കുന്നത്, വ്യാഴാഴ്ചയായതുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത്, ദുർഗാദേവിയെ ശരണമഹം പ്രപദ്യേ എന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ എല്ലാവിധ മംഗളവും നൽകും. കർക്കിടകം രാശി. സന്താനങ്ങൾക്ക് ഉന്നത വിജയം പ്രതീക്ഷിക്കാം. സാമ്പത്തിക നേട്ടവും മനസ്സന്തോഷവും ലഭിക്കും. കുടുംബസ്വത്തിൻ്റെ കാര്യത്തിൽ ആലോചന ഉണ്ടാകും. ആലോചന കമ്മിറ്റിയൊക്കെ വിളിച്ചു കൂട്ടുന്നതിനുള്ള സാധ്യത കാണുന്നു. മാതൃബന്ധുക്കളുടെ പ്രവൃത്തി അല്പം മനസ്സിന് വിഷമം വരുത്തും. വ്യവഹാരങ്ങളിൽ ഏർപ്പെടാൻ സാധ്യത. സന്താന ഭാഗ്യമുണ്ടാകും. അനാവശ്യ സംസാരം ആപത്തുകൾ വരുത്തി വയ്ക്കും. ഇണയുമായ അഭിപ്രായ വ്യത്യാസമുണ്ടാകാനുള്ള സാധ്യത
തള്ളിക്കളയരുത്. അനാരോഗ്യവും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടും വളർത്തും. ആരോഗ്യക്കുറവ്, വല്ലാതെ കിടക്കണമെന്നുള്ള ചിന്ത, ശരീരത്തിന് എന്തൊന്നില്ലാത്തൊരു ബലക്ഷയമൊക്കെ തോന്നുമ്പോൾ നമഃശിവായ ജപിക്കുന്നതും ഭസ്മം തൊടുന്നതും ഉത്തമമായിരിക്കും. കഴിയുമെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ ഷഷ്ടിവ്രതം ഇങ്ങനെ വ്രതമായി എടുക്കാൻ സാധിക്കില്ലെങ്കിലും മുരുക എന്ന നാമം ഒരു 108 പ്രാവശ്യം ജപിക്കുക, നമഃശിവായ ഒരു 108 പ്രാവശ്യം ജയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്ത ഉണർവും ഉന്മേഷവും വന്നു ചേരുകയും രോഗാദി ദുരിതങ്ങളിൽ നിന്നും ഒരു ക്ഷിപ്ര മോചനം പ്രതീക്ഷിക്കുകയും ചെയ്യാം. കഷ്ടങ്ങളെല്ലാം മാറി സ്വസ്ഥവും സമാധാനപരമായ ഒരു സ്ഥിതി വന്നു ചേരും. സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും. ആരോഗ്യം വീണ്ടെടുക്കും. സാമ്പത്തിക മാന്യതയ്ക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കെല്ലാം ഉള്ള ഒരു പരിഹാരം സ്വയം കണ്ടെത്തുവാനാവും. അഭിപ്രായ വ്യത്യാസങ്ങൾ രമ്യമായി പരിഹരിക്കും. തൊഴിൽ സ്ഥലത്ത് വന്നു ചേരാവുന്ന എല്ലാവിധ കഷ്ടങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു ഊർജം വന്നു ചേരും. കൂടുതൽ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നതിനായി മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ദുർഗാദേവിയെയും പ്രാർത്ഥിക്കുക. ഷഷ്ടിവ്രതം കൂടി എടുക്കുമ്പോൾ എല്ലാം മംഗളമായി തീരും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കച്ചവടം ചെയ്യുന്നവർക്ക് ആദായ വർധനവുണ്ടാകും. സന്തോഷവും സമാധാനവും കുടുംബത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. ആരോഗ്യം അല്പം തൃപ്തികരമായി മുന്നോട്ട് പോകുന്നതാണ്. എതിരാളികളെ നിർഭയം നേരിടുന്നതിനുള്ള ഒരു ചങ്കൂറ്റം വന്നു ചേരും. വ്യവഹാരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. മതപരമായ ചടങ്ങുകളിൽ പ്രസംഗിക്കുവാനുള്ള അവസരം വന്നു ചേരും. തർക്കഭൂമി കൈവശം വരും. ആരോഗ്യനിലയിൽ അല്പം ആശങ്കപ്പെടേണ്ട സാഹചര്യം വരുമെങ്കിലും പ്രാർത്ഥന കൊണ്ട് എല്ലാം ഭംഗിയായി നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. എല്ലാ തരത്തിലുള്ള ഉദ്യമങ്ങളിലും നൂതന സംരംഭങ്ങളൊക്കെ ആരംഭിക്കാനുള്ള ശ്രമത്തിൽ വിജയം കണ്ടെത്തും. തൊഴിൽ സ്ഥലത്ത് ആപത്തുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാനം പ്രതീക്ഷിക്കാം. സ്ഥാനക്കയറ്റവും ജോലിയിൽ അല്പം അംഗീകാരവും പ്രശംസയും ഒക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. പനി, തലവേദന ഒക്കെ വരുവാനുള്ള ചെറിയ സാധ്യതയുണ്ട്, കരുതിയിരിക്കുക. സ്വജന വിരഹത്താൽ ദുഃഖവും അനുഭവിക്കാനുള്ള യോഗമുണ്ട്. മനസ്സറിഞ്ഞ് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. കർമ്മരംഗത്ത് എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരുന്നതിന്, കുടുംബ സമാധാനം നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന്, എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് സൂര്യഭഗവാനെയും സുബ്രഹ്മണ്യ സ്വാമിയെയും ദുർഗാദേവിയെയും പ്രാർത്ഥിക്കുമ്പോൾ ഓം നമോ നാരായണായ 108 പ്രാവശ്യം ജപിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരും. കന്നിരാശി, സാമ്പത്തിക പുരോഗതി വന്നു ചേരും. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം തുടരുന്നതിനുള്ള സാധ്യത കാണുന്നു. കർമ്മരംഗം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരും. വ്യാപാരികൾക്ക് കച്ചവടത്തിൽ അല്പം ലാഭം പ്രതീക്ഷിക്കാം. ബന്ധുക്കളുടെ സഹായം വന്നു ചേരും. സാമ്പത്തിക നേട്ടവും കീഴ്ജീവനക്കാരുടെ ഇടപെടലും അല്പം ആശ്വാസം നൽകും. കർമ്മരംഗത്ത് എതിർത്ത് നിന്നിരുന്ന കീഴ്ജീവനക്കാർ വളരെ സൗഹാർദ്ദത്തിൽ വന്നു ചേരുന്നത് ഒരു ആശ്വാസം തന്നെയാണ്. സഹോദര സഹായത്താൽ വീട് പണിയൊക്കെ ഒന്ന് പൂർത്തീകരിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. സന്താനങ്ങൾക്ക് എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും. കളത്രവുമായി അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. യാത്രകൾ നിയന്ത്രിക്കണം. ആപത്ത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്, വാഹനം ഇവയ്ക്കൊക്കെ കേടുപാടുകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വേണ്ടത്ര കരുതലുകൾ എടുക്കുക. ശത്രുക്കളുടെ മേൽ നിയമ നടപടികൾ വന്നു ചേരുവാനുള്ള സാധ്യതയും കാണുന്നു. ജോലി സംബന്ധമായ യാത്രകൾ പരിമിതപ്പെടുത്തുന്നത് നന്നായിരിക്കും.
സാമ്പത്തിക നേട്ടവും ഐശ്വര്യവും സർവൈശ്വര്യവും നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനായി സുബ്രഹ്മണ്യ സ്വാമിയെയും ദുർഗാദേവിയെയും പ്രാർത്ഥിക്കുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തി തരും. രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങളും നിലനിർത്തി കിട്ടുന്നതിന് സഹായകമാകും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം മെച്ചപ്പെടും. വസ്തു വാങ്ങുന്നതിനുള്ള തീരുമാനം സഫലീകരിക്കും. ശത്രുക്കളുടെ ഭീഷണിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കും. സർക്കാർ ജീവനക്കാർക്ക് അംഗീകാരം ലഭിക്കും. പൊതുപ്രവർത്തകരാൽ ശ്രദ്ധിക്കപ്പെടും. പൊതുപ്രവർത്തകർ പൊതുജന മധ്യത്തിൽ അംഗീകരിക്കപ്പെടുകയും അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി സംസാരിക്കുന്നതിനുള്ള യോഗം കാണുന്നു. കുടുംബത്തിൽ എല്ലായ്പ്പോഴും സന്തോഷവും സമാധാനവും നിലനിന്ന് കിട്ടുവാൻ കഠിന പ്രയത്നം ചെയ്യേണ്ടതായി വരും. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. ആരോഗ്യം മെച്ചപ്പെടും. ഇണയുടെ ആരോഗ്യകാര്യത്തിൽ അല്പം മനോവിഷമം അനുഭവിക്കേണ്ടതായി വരും. സുഹൃത്തുക്കളുടെ സഹായ സഹകരണം ഉണ്ടാകും. ആസ്പത്രിവാസത്തിനുള്ള യോഗവും കാണുന്നു. അവിചാരിത നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം കരുതൽ വേണം. ശാരീരിക ബുദ്ധിമുട്ടുകൾ തനിക്കും കുടുംബാംഗങ്ങൾക്കും വന്നു ചേരുന്നതിനുള്ള സാധ്യത കാണുന്നു. ഭക്ഷണകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ഉണ്ടാവണം. പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാനം ലഭിക്കും. ശത്രുക്കളുടെ ഭീഷണിയെ അതിജീവിക്കും. ഉദ്ദേശിച്ച കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ എല്ലാ ദേവതകളുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. രാശിനാഥയായ മഹാലക്ഷ്മിയുടെയും ദുർഗാദേവിയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയൊക്കെ അനുഗ്രഹം പ്രത്യേകമായും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വൃശ്ചിക രാശി. പല കാര്യങ്ങളിലും തടസ്സം വരും. കോപം നിയന്ത്രണത്തിന് അതീതമാകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സഹായിക്കാനാവാതാവും. സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനായി പല തന്ത്രങ്ങളും പരീക്ഷിച്ചു നോക്കും. അവസാനം വിജയം കണ്ടെത്തുന്നതാണ്. മാധ്യമ പ്രവർത്തകർക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. ശത്രുക്കളെ അതിജീവിക്കും. വീട് വാങ്ങുന്നതിനുള്ള യോഗം വന്നു ചേരും. സുഹൃത്തുക്കൾ സഹായിക്കും. സന്താനങ്ങൾക്ക് ഉന്നത വിജയത്തിനുള്ള സാധ്യത കാണുന്നു. വീട് വിട്ട് താമസിക്കുന്നതിനുള്ള യോഗവും വന്നു ചേരും. രക്തസമ്മർദ്ദമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മനോവിഷമവും സാമ്പത്തിക മാന്ദ്യവും പരിഹരിക്കപ്പെടും. ശത്രുക്കളുടെ മേൽ വിജയം പ്രതീക്ഷിക്കാം. രോഗമുക്തി, ഏറ്റെടുക്കുന്ന കർമ്മങ്ങൾ വിജയിക്കുന്നതിനുള്ള സാധ്യത, ജോലിയിലുള്ള ശുഷ്കാന്തി ഇവയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ദുർഗാദേവിയുടെയും രാശിനാഥയായ ഭദ്രകാളി അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുകയും മുരുക എന്ന് 108 പ്രാവശ്യം ജപിക്കുകയും ചെയ്യുക. നമഃശിവായ കൂടി ജപിക്കുമ്പോൾ കഷ്ടതകൾ പൂർണ്ണമായും മാറിക്കിട്ടും. ധനുരാശി. സ്വന്തം തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ വിജയിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ പല രീതിയിൽ പ്രവർത്തിക്കും. സാഹിത്യകാരന്മാർക്ക് അനുകൂല സാഹചര്യം വന്നു ചേരും. വ്യാപാരികൾക്ക് സർക്കാർ നോട്ടീസ് വരുവാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഒരുവിധം പിടിച്ചു നിൽക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു. ബാങ്കിൽ നിന്ന് ലോണുകൾക്കായി ലോൺ അടയ്ക്കാത്തതിൻ്റെ ഭീഷണിയും വരും. അതുമൊക്കെ ഒരു തീരുമാനത്തിലെത്തിക്കാൻ അല്പം കഠിന പ്രയത്നം ചെയ്യേണ്ടതായി വരും. ഒരിക്കലും ആഗ്രഹിക്കാത്ത രീതിയിൽ മറ്റുള്ളവരുടെ സഹായത്തിനായി അതീവമായി പരിശ്രമിക്കേണ്ടതായി വരും. ജനരോഷം വർദ്ധിക്കും. ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് സ്ഥാനമാനങ്ങൾ നഷ്ടമാകും. ബാങ്കിൽ നിന്ന് ലോണുകൾ കിട്ടുന്നതിന് കാലതാമസം നേരിടും. വ്യാപാരികൾക്ക് സർക്കാർ നോട്ടീസുകൾ വരുന്നതിനുള്ള സാധ്യതയും കാണുന്നു. രോഗമുക്തി, ഏറ്റെടുക്കുന്ന കർമ്മങ്ങൾ വിജയിക്കും. രോഗത്തിൽ നിന്ന് ഒരു രോഗശമനം പ്രതീക്ഷിക്കാം. ജോലിയിൽ ശുഷ്കാന്തി വർദ്ധിക്കും. സന്താനങ്ങളുടെ ഇടപെടൽ സമാധാനം നൽകും. കർമ്മത്തിൽ കൂടുതൽ ഉത്സാഹം കാണിക്കും. ഗൃഹത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിലനിർത്തുന്നതിനായി രാശിനാഥനായ മഹാവിഷ്ണുവിനെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നൊരു 108 പ്രാവശ്യം ജപിക്കുകയും ഷഷ്ടി വ്രതമെടുക്കുകയും ചെയ്യുമ്പോൾ ദാനധർമ്മങ്ങൾ കൂടി ശക്തിക്കൊത്ത രീതിയിൽ ദാനവും കൂടി, ഒരു പൊതി ചോറെങ്കിലും ആർക്കെങ്കിലും ദാനം ചെയ്യുമ്പോൾ
കഷ്ടതകൾ മാറിക്കിട്ടും. എല്ലാ ഗുണഫലങ്ങളും അനുഭവയോഗ്യമാകും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാനസിക വ്യഥയ്ക്കുള്ള അകാരണമായ കാരണങ്ങൾ വന്നു ചേരും. മനക്ലേശം വർദ്ധിച്ചു വരും. സാമ്പത്തിക ബുദ്ധിമുട്ടും പതിവിലേറെ വന്നു ചേരുന്നതിനുള്ള സാധ്യത കാണുന്നു. അനാവശ്യ ചെലവുകൾ വരും. കേസ് വരുന്നതിനുള്ള യോഗവും കാണുന്നു. വിശ്വസിച്ചിരുന്നവർ ചതിക്കുന്നതായി തോന്നിയേക്കാം. സന്താനങ്ങളിൽ നിന്നും അല്പം മനസ്സന്തോഷം ലഭിക്കും. അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. ജോലിസ്ഥലത്ത് അല്പം അപവാദ ഭീതി പ്രതീക്ഷിക്കാം. ശത്രുശല്യങ്ങൾ കുറയും. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായം ലഭിക്കും. ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ്. പൊതുപ്രവർത്തകരുടെ എതിർപ്പുകൾ അതിജീവിക്കുന്നതിനുള്ള സാധ്യത വന്നു ചേരും. സർക്കാർ ജീവനക്കാർക്ക് ഉന്നതരിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. നിയമ നടപടികളെ നല്ല രീതിയിൽ നേരിടാനുള്ള ആർജവം വന്നു ചേരും. സാമ്പത്തിക നഷ്ടം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. ഈശ്വര കാര്യങ്ങൾക്കായി യാത്ര ചെയ്യും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി സന്തോഷവും സമാധാനവും ആത്മീയതയും നിറഞ്ഞ ഒരു ദിവസം ഭഗവാൻ തരും. സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക, ശനീശ്വരനെ പ്രാർത്ഥിക്കുക, എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. ആഞ്ജനേയ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരും. കുംഭം രാശി. ഉദ്യോഗത്തിൽ കയറ്റമുണ്ടാകുന്നതോടൊപ്പം തന്നെ പ്രശസ്തി പത്രവും കൂടി ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. സജ്ജനങ്ങളുമായി നല്ല വിധത്തിലുള്ള സഹകരണം ഉണ്ടാകും. സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. കുടുംബ സ്വത്ത് സംബന്ധിച്ച എല്ലാവിധ തർക്കങ്ങളും പരിഹരിക്കപ്പെടും. കളത്തരത്തിനുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ബന്ധുക്കളുമായി എല്ലാവിധത്തിലുള്ള ഐക്യവും വന്നു ചേരും. ഔദ്യോഗിക രംഗത്തെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കും. ആരോഗ്യനില തൃപ്തികരമാകും. ഉന്നതരുടെ സഹായ സഹകരണം എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താന യോഗത്തിനുള്ള യോഗവും കാണുന്നു. സന്താനങ്ങളെ കൊണ്ട് സന്തോഷവും അല്പം ധനവരവും പ്രതീക്ഷിക്കാം. ജീവിതശൈലിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. സഹായ സഹകരണത്തോടെ എല്ലാവിധ നഷ്ടവും പരിഹരിക്കപ്പെടും. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. ഉദരരോഗം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈശ്വര ചിന്ത വർദ്ധിക്കും. പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും. സാമ്പത്തിക നേട്ടം, ആരോഗ്യകാര്യങ്ങൾ, സംതൃപ്തി ഇവയെല്ലാം നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് രാശിനാഥനായ ശനീശ്വരനെയും മഹാവിഷ്ണുവിനെയും സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ഐശ്വര്യപൂർണമായി തീരും. മീനം രാശി. സന്താനങ്ങളാൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ബന്ധുക്കൾ ശത്രുക്കളാകും. ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടും. ബന്ധുമിത്രാദികളോട് നിർഭയത്തോടെ പെരുമാറും. മാനസികമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും പറഞ്ഞു തീർക്കും. അപകട സാധ്യതയുള്ളതിനാൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധ ആവശ്യമാണ്. കുടുംബസ്വത്തിൻ്റെ കാര്യത്തിൽ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. പൊതുപ്രവർത്തകർക്ക് മറ്റുള്ളവരുടെ അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. കച്ചവടക്കാർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. മനസ്സമാധാനം നിലനിർത്തിക്കൊണ്ടുപോകുവാൻ സാധിക്കും. കുടുംബ കലഹം ഒഴിവായി കിട്ടും. കർമ്മരംഗത്ത് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. കാര്യതടസ്സം ഒഴിഞ്ഞു പോകും. സുഖവും സ്വസ്ഥതയും സന്തോഷവും സമാധാനവും നിലനിർത്തിക്കൊണ്ടുപോകാൻ രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത്, വ്യാഴാഴ്ച വ്രതമെടുക്കുന്നത്, ഷഷ്ഠി നാൾ ആയതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, എപ്പോഴും സന്തോഷവും സമാധാനവും നിലനിർത്തിക്കൊണ്ടുപോകാൻ വിനോദങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്, അതുപോലെ നല്ല ഗാനം ആസ്വദിക്കുന്നതൊക്കെ എല്ലാവിധ സൗഭാഗ്യവും നിലനിർത്തി കിട്ടും. അതിനുള്ള സാഹചര്യവും അനുകൂലമായി വരും. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടെ ദിവസം കൂടുതൽ തെളിമയുള്ളതായി തീരും.
27 നക്ഷത്രക്കാർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും ഷഷ്ടിനാളിൽ സുബ്രഹ്മണ്യ സ്വാമി നൽകട്ടെ. വ്യാഴാഴ്ച ആയതുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും ആത്മീയ യാത്രകൾ ചെയ്യുന്നതിനും അതുവഴി നമ്മുടെ മനസ്സമാധാനം വർദ്ധിപ്പിക്കുന്നതിനും സന്തോഷങ്ങൾ നിലനിർത്തുന്നതിനും ഭഗവതിയുടെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.